മോനെ 2 ചായ. നല്ല കാലത്തിനിടയ്ക്ക് ഏകദേശം 37ഓളം ബിസിനസ് നമ്മൾ തുടങ്ങി. 37അല്ല 39. 39 എങ്കിലും 39. മോശം പറയരുതല്ലോ. തുടങ്ങിയത് നമ്മളായം കൊണ്ട് എല്ലായിട്ട് പൊളിഞ്ഞും കിട്ടി. അത് പിന്നെ സ്വാഭാവികം. ഇങ്ങനെ ഒക്കെ ആണെങ്കിലും ഞാൻ പിന്നോട്ടില്ല. എനിക്ക് ഇനിയും മതിയായില്ലല്ലേ? എൻ്റെ അടുത്ത് പുതിയൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. അതിപ്പോ എന്താ ഐഡിയ? നമ്മൾ ഇതുപോലത്തെ ഒരു ചായപ്പീടിയ തുടങ്ങുന്നു. കോയിസന്റെ ചായയും കുഞ്ഞാക്കറിന്റെ കടിയും. എന്നിട്ട് ഒരു ദിവസം 2000 ചായ വിൽക്കണം. ഒരു ചായക്ക് 10 റുപ്യ വെച്ചെങ്കിൽ 20,000 റുപ്യ നമ്മളെ പെട്ടിയിലിങ്ങ് വരും. 2000 ചായ ഒക്കെ ചെറുതാ. ദിവസം 5000 വരെ ചായ വിൽക്കുന്ന പീടിയൊക്കെ അറിയാം. ആഹാ, ഇത് കൊള്ളാലോ. 2000 ചായ. അത് മാത്രല്ല, ദിവസം 2000 ചായ പോവുകയാണെങ്കിൽ 3000 കടിയും പോകും. അത് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, ഉറപ്പാ. അപ്പൊ അങ്ങനെയും കിട്ടി 30,000 റുപ്യ. ഓഹോ, അപ്പം ദിവസം പീടിയ പൂട്ടുമ്പോ 50,000 റുപ്യ നമ്മളെ പെട്ടിയിലാവും. അല്ല, അപ്പൊ ഇതിന് ചെലവൊന്നുമില്ല? ചെലവൊന്നും ഇപ്പല്ല. കച്ചവടം തുടങ്ങിയാൽ ലാഭത്തിലായിട്ട് നാട്ടുകാർക്ക് മൊത്തം ഒരു ചെലവായിട്ട് കൊടുക്കാൻ നമുക്ക് എന്താ എനിക്ക് വിശ്വാസല്ലേ. എടോ, KFCന്റെ മുതലാളി ഒന്ന് ക്ലച്ച് പിടിച്ചത് മൂപ്പര് 62ാമത്തെ വയസ്സിലാ. അതൊക്കെ ഞാൻ കൊറേ കേട്ടതാ. അങ്ങനെ നോക്കുമ്പോ ഞമ്മക്ക് ഇനിയുണ്ട് 2 കൊല്ലം. അതല്ല ചെലവ്. അതൊന്നും ഇനി അങ്ങനെ നോക്കണ്ട. നമുക്ക് അടുത്ത ആഴ്ച പീടിയായിട്ട് തുടങ്ങാം. ഒരു ചായ പറഞ്ഞിട്ട് കുറെ നേരമായല്ലോ. എടോ, 2 ചായ. പറ്റ് തീർക്കാണ്ട് ഇനി നിങ്ങൾക്ക് ചായ അല്ല. ഇനി പറ്റൊന്നുമില്ല, ഞങ്ങളും തുടങ്ങാം ഒരു ചായപ്പീടിയ. പിന്നെ ഇവിടുത്തെ പറ്റങ്ങ് തീർത്താ കേട്ടോ. എൻ്റെ അടുത്ത് ചില്ലറല്ല. ചില്ലറ പറ്റൊന്നല്ല, 950 റുപ്യ തരാനുണ്ട്. ഓ, നീ കൊടുക്കൂലേ? എൻ്റെ അടുത്ത് നോട്ടും ഇല്ല. അല്ലെ, നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? നമ്മൾ ചായപ്പീടി തുടങ്ങിയിട്ട് ഓരോ ആളുടെ പറ്റിക്കോട്ടെ.